റൗണ്ട് ഓഫ് 16 ക്വാർട്ടർ സെമി ഫൈനൽ. ഹോ, ഗോളടിച്ച് തകർക്കണം. അല്ല അണ്ണാ, എങ്ങോട്ട് വന്നു? ആ എമ്പു തിരിച്ച് മാഡ്രിഡിലോട്ടാടാ. അയ്യോ, എന്തു പറ്റി? നീ അറിഞ്ഞില്ലേ? ഞങ്ങൾ പുറത്തായി. നിങ്ങളെപ്പോലത്തെ ഇത്രയും വീരശൂര പരാക്രമികളുണ്ടായിട്ടും തോറ്റുപോയെന്നോ? നീർക്കോലി അടിച്ചാലും അത്താഴം മുടങ്ങുമല്ലോ. ആരുമായിട്ട് തോറ്റത്? പരാഗ്വേ. അയ്യേ, ഒരു സൗത്ത് അമേരിക്കൻ ടീമുമായിട്ട് തോറ്റ? യൂറോപ്യൻസിന്റെ മാനം കളയാൻ. ഷെയിം പപ്പി ഷെയിം. കഴിഞ്ഞ വേൾഡ് കപ്പ് ഫൈനലിൽ നീ ആരുമായിട്ട് തോറ്റത്? അതിപ്പോ ചില സാഹചര്യത്തിൽ അങ്ങനെ സംഭവിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സംഭവിച്ചതായത്. എന്നിട്ടിപ്പോ എന്ത് തീരുമാനിച്ചു? ഇനി ഒരു ടീമിനെയും 7 ഗോൾ അടിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. അതല്ല ഭാവി പരിപാടി. ഓ അതോ, നമ്മുടെ സ്പെഷ്യൽ വണ്ണിനെ ഇപ്പോൾ വിളിച്ച് വെച്ചതേ ഉള്ളൂ. നമുക്ക് വേണ്ടി ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. ജയിക്കാൻ വേണ്ടിയിട്ടാ? അല്ല, തോക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് പ്രീ സീസൺ തുടങ്ങാൻ. അപ്പൊ കൂടുതൽ പ്രാർത്ഥന ഫ്രാൻസിനിട്ടായിരിക്കുമല്ലോ. വന്ന ഉടനെ അങ്ങനെ പണി തുടങ്ങിയില്ലേ? ദോര് ഓറഞ്ച് പട പോന്നു. ഇവന്മാരും പുറത്തായ? ഓ, ഹക്കീമ ഇന്നലെ വിളിച്ചായിരുന്നു. ഇവന്മാരുടെ കാര്യം പറഞ്ഞ് ചിരിച്ചിരിച്ച് ചത്ത്. അതിലത്തെ ചിരിക്കാൻ തോന്നിയിരിക്കുന്നു. ഇവന്മാര് കപ്പടിക്കുമെന്ന് ഏതോ സയന്റിസ്റ്റ് പറഞ്ഞെന്ന്. ഡേയ്, നീയും പുറത്തായ? പോടാന്നറി, ഞങ്ങൾ അടുത്ത റൗണ്ട് കളിക്കാൻ പോന്നു. ഞാനിപ്പോൾ എടുത്തൊരു ട്രെൻഡ് വെച്ച് ചോദിച്ചെന്നേ ഉള്ളൂ. റൗണ്ട് ഓഫ് 16 ആരുമായിട്ട്? ബ്രസീൽ. ചെല്ല്. നിനക്ക് പരിചയമുള്ള ഒരാൾ അവിടെ നിൽപ്പുണ്ട്, പിരിവും പൊക്കിക്കൊണ്ട്. എന്നാ പിന്നെ ശരി, ഇനി ഇവിടെ എന്നാ ശരിയാവത്തില്ല. ഓക്കേടാ. അനുരാഗവിലോചനായി അതിലേറെ ഇവരുടെ ലവ് സ്റ്റോറി ഇതുവരെ തീർന്നില്ലേ? അതെ, അവൻ പോയി. നൊസ്റ്റു അടിച്ച്. അടുത്തവൻ. ഇവൻ ഇനി എന്താണോ എന്തോ. നീ കഷ്ടിച്ച് കേറി വന്നറാ. എന്തായാലും നന്നായി. ജൂടെ എന്താടാ ഒരു മൈൻഡ് ഇല്ലാത്ത? മിണ്ടരുത് നിങ്ങള്. ആ പിഞ്ച് കുറസോവയെ പിച്ച് ചീന്തിയ കാബാലികനിലോടെ താൻ. യു ഗെറ്റ് ഔട്ട്, യു കം ഇൻ.